ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെയും പ്രതിപക്ഷ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയുടെയും നാമനിർദ്ദേശം സൂക്ഷ്മ പരിശോധനയിൽ അംഗീകരിച്ചിരുന്നു. സെപ്റ്റംബർ 9-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വിശദാംശങ്ങൾ. ജാക്കി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. നിലവിൽ 2 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശം നൽകിയിട്ടുള്ളത്. NDAയുടെ സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണൻ, ഒപ്പം പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതി മുൻ ജഡ്ജ് B സുദർശൻ റെഡ്ഡി എന്നിവരാണ് നാമനിർദ്ദേശം നൽകിയത്. 22-ാം തീയതിയായിരുന്നു നാമനിർദ്ദേശ പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന. ഈ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെയും നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. 2 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വോട്ടെടുപ്പ് നടക്കും. പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങൾക്കും, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും നോമിനേറ്റഡ് ചെയ്ത അംഗങ്ങൾ ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങൾക്കുമാണ് വോട്ടവകാശം ഉണ്ടാവുക. അന്നേ ദിവസം തന്നെ വൈകിട്ട് 5 മണിക്ക് ശേഷം ഫലപ്രഖ്യാപനവും ഉണ്ടാവും. നിലവിലെ സാഹചര്യത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നിഷ്പ്രയാസം വിജയിച്ചു കയറും. കാരണം ലോക്സഭയിൽ NDAയ്ക്ക് തന്നെ 290 മുകളിൽ അംഗങ്ങളുണ്ട്. YSR കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികളും NDA പിന്തുണയ്ക്കും. അത്തരത്തിൽ 300 മുകളിൽ അംഗങ്ങൾ ലോക്സഭയിൽ മാത്രവും 130 മുകളിൽ അംഗങ്ങൾ രാജ്യസഭയിലും NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. അതുകൊണ്ട് നിഷ്പ്രയാസം NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിജയിച്ചു കയറും. ആദ്യം ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിക്കൊണ്ട്, വോട്ടെടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഭരണഘടനാ സ്ഥാനമായിട്ടുള്ള ഉപരാഷ്ട്രപതി എന്ന നിലയിലേക്ക് ഒരാളെ സമവായത്തിലൂടെ തെരഞ്ഞെടുക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നെങ്കിലും ആ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷം B സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയത്. രാഖി.